റാഷിദ, ഞാൻ ഒരു ചർച്ചയിൽ നമ്മൾ കുറെ നാളുകളായിട്ട് പങ്കെടുക്കുന്ന ഒരു സഹപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു സുഹൃത്തോ എന്നുള്ള നിലയിൽ ഞാൻ ആദ്യം ഒന്ന് തുടങ്ങി വെക്കട്ടെ. നിങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ CPM-ന് പ്രതിരോധത്തിലായി മറുപടി ഇല്ലാതെ ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർ തലയിൽ മുണ്ടിട്ട് ഒളിച്ചോടിപ്പോയി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപക്ഷെ ഇന്നത്തെ ചർച്ചയിൽ CPM-ന് ഒരു ഒഴിച്ചിട്ട കസേര ഇട്ടിട്ട് അവിടെ CPM എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ ഇത് കുറെ കൂടി ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുവാൻ. അതല്ലാതെ CPM കാണിക്കുന്ന നെറികേടിന്റെ രാഷ്ട്രീയം, CPM കാണിക്കുന്ന കള്ളത്തരം, പച്ച എന്താ പറയാ അധാർമികമായിട്ടുള്ള താങ്കളുടെ പാർട്ടിയുടെ അഭിപ്രായം എന്ന നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം നിലയ്ക്ക് ഞാൻ മാനിക്കുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത്, ശ്രീ രാജു പി നായർ, കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന പല വിഷയങ്ങളിലും കോൺഗ്രസിലെ ആഭ്യന്തര തർക്കത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഘട്ടങ്ങളിൽ കോൺഗ്രസും പ്രതിനിധികളെ അയക്കാറില്ല. അന്നും നമ്മളിങ്ങനെ കോൺഗ്രസ് എന്ന് എഴുതി വെച്ച് ഒരു ഒഴിഞ്ഞ കസേര വെച്ച് സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. അതൊരു രീതി അല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കോൺഗ്രസിനകത്തുള്ള രണ്ട് ശാക്തിക ചേരികൾ തമ്മിലുള്ള ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലുള്ള ചർച്ചകളാണെങ്കിൽ ആ ചർച്ചകളിൽ പങ്കെടുക്കേണ്ട കാര്യം ഒരു പാർട്ടിക്കും ഇല്ല. ഇപ്പൊ CPM-നെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന CPM-ന് വിഭാഗീയതയായിരുന്നല്ലോ. CPM പങ്കെടുക്കില്ലായിരുന്നു, ഒരു ചർച്ചയ്ക്ക് പങ്കെടുക്കില്ല, അത് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ ഒരു വശത്ത് നിർത്തി അപ്പുറത്ത് മറ്റൊരു വശം വരുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഒരിക്കലും മാറി നിന്നിട്ടില്ല. ഞാൻ വർഷങ്ങളായിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ CPM കാണിക്കുന്ന അധാർമിക പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പ്രോക്സികളെ കൊണ്ടുവന്ന് ജനങ്ങളെ CPM-ന്റെ വാദമായിട്ട് വിശ്വസിപ്പിക്കരുത്. അതാണ്. വിശ്വസിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അത് പറയുന്നതിൽ തെറ്റില്ല. കാരണം ജനങ്ങൾ ഇവരുടെ ഈ കള്ളത്തരം, ഈ തെമ്മാടിത്തരം, ഈ അസാൻമാർഗിക അവിശുദ്ധ രാഷ്ട്രീയം ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണല്ലോ പാലക്കാട് തെളിയിച്ചത്. ഇല്ലേ? ഇവിടെ പെട്ടി വിവാദത്തെ കുറിച്ചാണ് പറയുന്നത്. ഇല്ലേ? കൈതോലപ്പാലയിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയിരുന്നല്ലോ. ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, നിങ്ങളുടെ തന്നെ ദേശാഭിമാനിയുടെ ഏറ്റവും വലിയ ആളല്ലേ പറഞ്ഞത് കൈതോലപ്പാലയിൽ കോടികൾ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയ കഥ. ഇല്ലേ? പെട്ടി ഞങ്ങള് തുണിയും ഒക്കെ എടുക്കാൻ ഞങ്ങൾ പെട്ടികൾ ഉപയോഗിക്കുന്നവരാണ്. കൈതോലയിൽ പാലയിൽ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ചരിത്രമുള്ളവർ വന്നിട്ട് ഏതെങ്കിലും പെട്ടിയെ കുറിച്ച് പറയണ്ട. മനസ്സിലായില്ലേ? ഇനി പെട്ടി തുറന്നത് നന്നായി റാഷിദേ, പെട്ടി അവിടെ വന്നത് നന്നായി. ആ പെട്ടി തുറന്നപ്പോ കണ്ടത് എന്താ? CPM BJP തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടല്ലേ കണ്ടത്. ഇവിടെ സെറ്റിൽമെന്റ് ആണെന്ന് ശ്രീ ജയേന്ദ്ര മാഷ് പറയുന്നുണ്ടായി. അന്നത്തെ പാതിരാത്രി എന്താ നമ്മളവിടെ കണ്ടത്? ഇല്ലേ? റഹീമും അതുപോലെ തന്നെ രാജേഷും ഒക്കെ ഒരമ്മ വച്ച മക്കളെ പോലെ ഒരുമിച്ച് നിന്ന് കോൺഗ്രസിനെതിരെ കുതന്ത്രം ആലോചിക്കുന്ന കാഴ്ചകളല്ലേ നമ്മൾ കണ്ടത്? ഇല്ലേ? നാണം കെട്ട രാഷ്ട്രീയം, ഇത്രയും നെറികെട്ട രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയിട്ട് അത് അന്വേഷിച്ച് ഒരു കുന്തവും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നിട്ട് CPM-ന്റെ പ്രോക്സി ഇവിടെ വന്നിരുന്നു പറയാ നിങ്ങൾക്ക് ഇപ്പൊ കേരള പോലീസിനെ വിശ്വാസമില്ലേന്ന്. ഉണ്ടോന്ന്? ഞങ്ങൾക്ക് കേരള പോലീസിനെ ഞങ്ങളെ വിശ്വാസമുണ്ട് മിസ്റ്റർ. അതുകൊണ്ടാണ് പറഞ്ഞത് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. പിറ്റേ ദിവസം ആ ട്രോളി എടുത്തത് ആൾക്കാരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തത് ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുള്ളതുകൊണ്ടാ. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുമായിരുന്നു. നാണം കെട്ട് നിങ്ങളെ പോലെ ഡേർട്ടി ജോബിന്, വൃത്തികെട്ട പണിക്ക് നിങ്ങളെ അയക്കില്ലായിരുന്നു. എന്തൊക്കെ ഒന്ന് പോയിരുന്ന ആലോചിച്ച് നോക്ക്. ഞാൻ CPM ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ CPM-നോട് പറയുന്ന കാര്യം CPM-ന്റെ ലേബലിട്ട് വന്നിരിക്കുന്ന ആളോട് പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്? എന്നാ പിന്നെ നിങ്ങൾ കോൺഗ്രസിനോട് മാറ്റിയെടുത്ത് രണ്ട് നിരീക്ഷകരെ വിളിച്ച് ചർച്ച നടത്തിയാ പോരെ? CPM കാണിച്ച നെറികെട്ട രാഷ്ട്രീയം ഇന്ന് ചർച്ച നടത്തുമ്പോൾ CPM-ന്റെ മുഖത്ത് നോക്കി പറയേണ്ട രാഷ്ട്രീയം അത് പറയാതെ CPM ഇത്തരത്തിലുള്ള പ്രോക്സികളെ തലയിൽ മുണ്ടിട്ട് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരോട് പറയേണ്ടി വരും. CPM-ന്റെ അസാൻമാർഗിക രാഷ്ട്രീയം, CPM-ന്റെ നെറികേട്, CPM-ന്റെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം ഇന്ന് ജയരാജൻ വന്നിട്ട് ഒരു പാർട്ടിയുടെ ലേബലില്ലാണ്ട് വന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഇടതു നിരീക്ഷകരെ മുഴുവൻ പറയാൻ പറ്റുമോ? എനിക്ക് ജയരാജനല്ലേ പറയാൻ പറ്റുള്ളൂ. ഇടതു നിരീക്ഷകരെ മുഴുവനായിട്ട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാൻ പറ്റുമോ? പാവങ്ങളുടെ പണി ഇപ്പൊ ഇതാണെന്ന് ഞങ്ങളുടെയൊക്കെ വായിലിരിക്കുന്നത് കേട്ട് മേടിച്ചു കൂട്ടി പോവാന്നുള്ളത് ഞാൻ ഇപ്പൊ പണി. മനസ്സിലായില്ലേ? പിന്നെ നോക്കൂ, ഇവിടെ ആരൊക്കെയാണ് ഇതിനകത്തുണ്ടായിരുന്നത്? കാലതാമസത്തെ കുറിച്ച് ശ്രീ ജയേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. ആരാ കാലതാമസം വരുത്തിയത്? മഞ്ചേശ്വരം കേസിൽ 6 മാസം കൊണ്ട് കൊടുക്കേണ്ട കുറ്റപത്രം 17 മാസം വൈകിപ്പിച്ചത് ആരാ? മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ രക്ഷപ്പെട്ടത് ആരാ? സുരേന്ദ്രനല്ലേ? കൊടകര കുഴൽപ്പണ കേസ് നോക്കൂ, ഇപ്പോഴും തിരൂർ സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. എങ്ങനെയാ കൊടകര കുഴൽപ്പണ കേസിൽ സുരേന്ദ്രന്റെ പേരും ആ പണം എവിടെ നിന്ന് വന്നു എന്നും എന്തിനാണ് ഉപയോഗിക്കപ്പെട്ടതെന്നും 3 വർഷം മുമ്പ് കേരളത്തിലെ പോലീസ് അതിന്റെ ACP ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ട് ആ സുരേന്ദ്രനെതിരെ ഒരു കേസ് എടുക്കാതിരുന്ന ആരാ? എന്റെ മാഷെ സെറ്റിൽമെന്റിനെ കുറിച്ച് പറയുന്നതൊക്കെയാണല്ലേ?
നിങ്ങൾക്കൊക്കെ നാണമില്ലേ ഇനി വന്നിരുന്ന് പറയാൻ? കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPM ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത അസാൻമാർഗിക രാഷ്ട്രീയമാണ് പാലക്കാട് നടത്തിയത്, ഇല്ലേ? എന്നു മുതൽ ഇവരെ ആദ്യം മുതൽ അവസാനം വരെ കോൺഗ്രസിനെ തോൽപ്പിച്ച് BJP വിജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയമല്ലേ? അല്ലാതെ മൂന്നാമത് 34,000 വോട്ടായിട്ട് കിടക്കുന്ന ആള് അങ്ങ് 50,000 വോട്ട് മേടിച്ച് ജയിക്കാം എന്ന് ഉദ്ദേശിച്ചിരുന്നില്ലല്ലോ. BJP വിജയിപ്പിക്കുക. BJP വിജയിച്ചു കഴിഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പ് മുമ്പ് കോൺഗ്രസിന്റെ കയ്യിലിരുന്നൊരു സീറ്റ് BJPക്ക് കൊടുത്ത് BJP നിയമസഭയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളിൽ പറഞ്ഞ് അവിശ്വാസമുണ്ടാക്കി ഭീതി പലർത്തി അവരെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താം എന്നുള്ള തന്ത്രമല്ലേ നടന്നത്? അതല്ലാതെ അവിടെ ഒരു രാഷ്ട്രീയവും CPM പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ ഒരിക്കലും CPM ഇത്രമാത്രം അധപ്പതിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കാഫൂർ സ്ക്രീൻഷോട്ട് വന്നല്ലോ, എവിടെ എത്തി റാഷിദെ? ഈ കേരളത്തിലെ പോലീസല്ലേ അന്വേഷിച്ചത്? കാഫൂർ സ്ക്രീൻഷോട്ട് അവസാനം എവിടെ എത്തി? ഇന്ന് ആ ബ്ലോക്ക് സെക്രട്ടറിക്കപ്പുറം എവിടെ അന്വേഷണം പോയി? ആരായിരുന്നു ആ ബ്ലോക്ക് സെക്രട്ടറി? ഏറ്റവും ഒടുവിൽ പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ മെറ്റയിൽ നിന്നൊരു വിവരവും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിന്റെ പോസ്റ്റ് അദ്ദേഹത്തിന് പോസ്റ്റ് ചെയ്യാനുള്ള ആ കണ്ടന്റ് കിട്ടിയെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. ആ ഉത്തരത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. അതൊരു വാസ്തവമാണ്. റാഷിദെ ഞാൻ പറയാം, റാഷിദെ മെറ്റ കൊടുത്തില്ല, മെറ്റ കൊടുക്കണ്ട. ഇവരന്വേഷിച്ച മറ്റേ പോരാളി ഷാജിയുടെയും മറ്റ് വേറെ ഏതോ സഖാക്കളുടെ പേജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇന്നടത്തു നിന്നാ കിട്ടിയെന്ന്. അങ്ങനെ ഇന്നടത്തു നിന്നാണ് കിട്ടി എന്ന് പറഞ്ഞ് ചെന്നത് KK ശൈലയുടെ സമൂഹ മാധ്യമം കൈകാര്യം ചെയ്ത ആ പാനൂരിലെ യൂത്ത് കോൺഗ്രസ് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് അടുത്തല്ലേ? അയാൾക്ക് പറയാൻ സാധിച്ചോ എവിടെ നിന്ന് കിട്ടിയെന്ന്? പറയാൻ സാധിച്ചില്ലല്ലോ. കട്ട മുതൽ ആരുടെ കയ്യിലാണ് അവസാനം ഉണ്ടായിരുന്നത് വിവരം കിട്ടുന്നത്? അയാൾക്കെതിരെ കേസെടുക്കട്ടെ. കേരളത്തിലെ സമുദായ ഐക്യം തകർക്കാൻ വേണ്ടി, ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഇമാതിരി കള്ളത്തരം കാണിച്ച CPM ഇല്ലേ? ഇത്രമാത്രം വർഗീയത കാണിച്ച CPM ഇല്ലേ? അന്വേഷിച്ചത് ഇതാ പോലീസല്ലേ? അന്വേഷിച്ച പോലീസ് ചെന്ന അവിടെയല്ലേ? ജയരാജന് ആ പോലീസിനെയും വിശ്വാസം ഉണ്ടാവില്ല ഇല്ലേ? പിന്നെ കള്ളപ്പണ കേസൊക്കെ പറയാ. BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് മഹാരാഷ്ട്രയിൽ 5 കോടിയായിട്ട് പിടിച്ചത്. എന്തെങ്കിലുമൊക്കെ ഉളുപ്പ് വേണ്ടേ വന്നിരുന്ന് പറയാനായിട്ട്? നിങ്ങൾ അവിടെ പയറ്റിയ രാഷ്ട്രീയം മുഴുവൻ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമായിരുന്നു. CPM BJPയും ഒരുമിച്ച് അതിന് മുഖമടച്ചുള്ള അടി ആണ് പാലക്കാടൻ ജനത തന്നത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഇതില് പാലക്കാട് ഞങ്ങളും BJP തമ്മിലായിരുന്നല്ലോ മത്സരം. അപ്പൊ അങ്ങനെയാണ് ഡീൽ ഉണ്ടെങ്കിൽ BJP അല്ലേ പറയേണ്ടത് ഡീല് ഞങ്ങളുടെ പോണെന്നുള്ളത്? ഇവർ ഒരുമിച്ചായിരുന്നല്ലോ മുഴുവൻ കാര്യങ്ങളിലും. CPM ഒരു വാക്കുകൊണ്ട് BJPയെ പാലക്കാട് വേദനിപ്പിച്ചിരുന്നോ? ഇല്ലല്ലോ. പിന്നെ ശ്രീ ജയേന്ദ്ര മാഷ് ഹരിപ്പാടുള്ള വിഷയത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ശരിയാണെന്നേ. ഞങ്ങൾ BJP എന്ന് പറയുന്ന വർഗീയ കക്ഷിയെ അകറ്റി നിർത്താൻ ഞങ്ങൾ ഏകപക്ഷീയമായിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ CPMനെ പിന്തുണച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം വർഗീയതയെ മാറ്റി നിർത്തുക എന്നത് തന്നെയാണ്. അവിടെ ഞാൻ പറയട്ടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളത് ചെയ്യാൻ കമ്മിറ്റഡ് ആണ്. നാളെ ഒരു ഘട്ടത്തിലും BJPയെ മാറ്റി നിർത്താൻ CPMനോ CPIക്കോ പിന്തുണ കൊടുക്കണമെന്ന് വേണമെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ചെയ്യും. CPM കങ്കാണികളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇല്ലേ? ഞങ്ങളല്ലേ സിക്കാറിൽ രാജസ്ഥാനിൽ സീറ്റ് കൊടുത്തവർക്ക് അവരുടെ ചിഹ്നം നിലനിർത്താനുള്ള ഇത് കൊടുത്തത്? 2020 സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ വേണ്ടി അൺകണ്ടീഷണൽ ആയിട്ട് സീതാറാം യെച്ചൂരിയെ കൊൽക്കത്തയിൽ പിന്തുണയ്ക്കാം, വെസ്റ്റ് ബംഗാളിൽ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞത് ഞങ്ങളല്ലേ? ഞങ്ങൾ എന്നും മതേതരത്വത്തിന് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ അത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. മറിച്ച് CPM ചെയ്തിട്ടുള്ള എന്താണെന്ന് നോക്കണം. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ജയരാജൻ തൃശ്ശൂരെ കാര്യമൊക്കെ എടുത്ു പറഞ്ഞു. ശ്രീ ജയരാജൻ, തൃശ്ശൂരെ വോട്ട് പോയത് കോൺഗ്രസിന്റെ വോട്ടാണെങ്കിൽ നിങ്ങൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് കിട്ടിയ 1,04,000 വോട്ട് മാരിഫിന് കിട്ടിയ വോട്ട് കൊടുത്തതാണ് എന്ന് നിങ്ങൾ സമ്മതിക്കോ? ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ BJPക്ക് പോയ CPMന്റെ വോട്ടുകൾ മുഴുവൻ നിങ്ങൾ കൊടുത്തതാണ് എന്നത് നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളുടെ പാർട്ടി തന്നെയല്ലേ എഴുതി വെച്ചത്? നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പിന്നാക്ക സമുദായത്തിന്റെ വോട്ട് BJPയിലേക്ക് ചേർന്നുപോയി എന്ന് എഴുതി വെച്ചത് നിങ്ങളുടെ ആൾക്കാർ തന്നെയല്ലേ? പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റേ പത്തനംതിട്ടയിൽ പോസ്റ്റ് ഇട്ടതാണ്. ശ്രീ ജയേന്ദ്ര മാഷേ, ഞാനാണ് ഒക്ടോബർ 11-ാം തീയതി എന്റെ പഞ്ചായത്തിൽ ഉദയംപേരൂർ പഞ്ചായത്തിൽ പൊതുസമ്മേളനം വിളിച്ച് ശ്രീ VD സതീശൻ ഉൾപ്പെടെ വന്ന് 73 CPMകാരെ കോൺഗ്രസിലേക്ക് ചേർത്തു. ഞങ്ങളാണ് നേതൃത്വം കൊടുത്തത്. മനസ്സിലായില്ലേ? 73 CPM പ്രവർത്തകരെ ഞങ്ങൾ കോൺഗ്രസിൽ ചേർത്തു. ഒരു ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ
മനസ്സിലായില്ലേ? ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഞങ്ങൾക്ക് ആൾ വരും. ഇന്ന് CPM-നകത്ത് കോൺഗ്രസിലേക്ക് വരാൻ വെമ്പൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ചിലപ്പോ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ അറിയാണ്ടൊക്കെ ഇട്ടുപോകുന്നു, മനസ്സിലുള്ള ഇട്ടുപോകും. കാരണം ഈ കള്ള കൂട്ടങ്ങളുടെ കൂടെ നിന്നും മടുത്തു. അതാണല്ലോ ഇന്ന് നമ്മളെ എടുത്തു വെച്ച് ചർച്ച ചെയ്തായിരുന്നില്ലേ? കുലശേഖരപുരത്തും മറ്റുള്ളിടത്തെല്ലാം ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോവാണ്. ഒരു ഏരിയ സമ്മേളനത്തിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ, ഏരിയ സെക്രട്ടറി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ പാർട്ടി പിണറായിസവും കമ്മ്യൂണിസവും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും. ഈ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ CPM ഉപ്പുവച്ച കലം പോലെയായി മാറും. മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിലുള്ള പിന്തുണ, ജയരാജൻ സഖാവേ, നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നും BJP-യെ പിന്തുണച്ച ചരിത്രം നിങ്ങൾക്കേ ഉള്ളൂ. RSS-നെ പിന്തുണച്ച ചരിത്രം നിങ്ങൾക്കേ ഉള്ളൂ. VD സവർക്കറെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയ AK ഗോവിന്ദനാണെങ്കിലും 1977 കേരളത്തിന്റെ നിയമസഭയിൽ RSS-നെ നിരോധിച്ചതിനെതിരെ സംസാരിച്ച EMS നമ്പൂതിരിപ്പാടാണെങ്കിലും 1976 RSS-ന്റെ വോട്ട് മേടിച്ച് ജയിച്ച പിണറായി വിജയനാണെങ്കിലും 2023 RSS-ന്റെ നേതാക്കന്മാരെ ADGP-യെ വിട്ട് ചർച്ച നടത്തി മകളെയും മകനെയും കുടുംബത്തെയും അഴിമതിയുടെ ആരോപണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി RSS-ന്റെ തിന്മയിൽ പോയി നരങ്ങുന്ന പിണറായി വിജയൻ. CPM നിങ്ങളെ ഉള്ളൂ RSS-നെ പിന്തുണച്ചിട്ടുള്ളത്. കേരളത്തിലും ഇന്ത്യയിലും ഒരിടത്തും കോൺഗ്രസും BJP-യും തമ്മിൽ കൂട്ടുകൂടിയ ചരിത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ വർഗീയതയോടെതിരാ. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി മതധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് മേടിക്കാൻ ഞങ്ങളുടെ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ പാലക്കാട്ടെ പെട്ടി ഇനിയും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. ശരി, നിങ്ങൾക്കത് ഇപ്പൊ ഒരു ബോണസ് ആണ് ഈ ഘട്ടത്തിൽ, അപ്പൊ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുമെന്നാണ് ആ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട്, പെട്ടിയിൽ വേണ്ട വിധം അന്വേഷണം നടന്നാൽ ഇനിയും സത്യം തെളിയിക്കപ്പെടും. മറ്റേ ഏജൻസികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് ജയരാജ് നേരത്തെ പറഞ്ഞത്. ഒരു മിനിറ്റ് കൂടി രാജു പി നായർ. അല്ല, ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഏത് അന്വേഷണം നടക്കട്ടെ, ED വരട്ടെ, അന്വേഷിക്കട്ടെ, ED വന്ന് അന്വേഷിക്കട്ടെ. എന്നോടാണ് ജയേന്ദ്രൻ മാഷെ, നിങ്ങൾക്ക് എന്താ ED-യെ നിങ്ങൾ കൂട്ടിലിട്ടേക്കുവാണോ? നിങ്ങൾ വന്ന് അന്വേഷിക്കട്ടെ. പാലക്കാട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ അതിനകത്ത് പണം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അവിടെ നിന്ന് വെൽഫെയർ വാൻ വന്നതിനെ കുറിച്ച് പറഞ്ഞതില് എവിടെ പോയി വെൽഫെയർ വാൻ? എവിടെ പോയി ഷാനിമാന്റെ റൂമിനകത്തിരുന്ന പണം? നിങ്ങൾ അന്വേഷിക്കുക. ED എവിടെ? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജരേഖയുടെ കേസ് പറഞ്ഞല്ലോ. എന്റെ ദേശവിരുദ്ധ കേസ് അന്വേഷിക്കാൻ നിങ്ങളുടെ കൈ വിറക്കുന്നുണ്ടോ? അന്വേഷിക്കാൻ വിട്, ഞാൻ പറഞ്ഞുതരാം ആധികാരികമായിട്ട്. ഞാൻ ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത ആളാ. 17 കാർഡുകളുടെ ഡീറ്റെയിൽ നിങ്ങൾ ചോദിച്ചു. 17 കാർഡുകളുടെ ഡീറ്റെയിൽ പോലീസ് ചോദിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ഇതെടുത്തു നോക്കിയാൽ, ഇലക്ട്രൽ റോൾ എടുത്തു നോക്കിയാൽ ഈ 17 പേരും അതിനകത്ത് അംഗങ്ങളായിരുന്നില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ CPM-ഉം BJP-യും ഒരുമിച്ച് നിന്ന് ഈ പറയുന്ന ഏത് ആരോപണം അന്വേഷിക്കുക.